പ്രിയമുള്ളവരെ, നമ്മുടെ കൃഷ്ണപ്രഭയുടെ ഡിപ്രഷനെക്കുറിച്ചുള്ള ഡയലോഗുകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൽ പറയാനുള്ള അഭിപ്രായം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കായി അത് വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. കേരളത്തിലെ മുഖ്യധാര ചാനലുകളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ചാനലുകൾ ഇൻ്റർവ്യൂസ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വിഷയത്തിന് ആധികാരികമായി മറുപടി പറയാൻ പ്രാപ്തിയുള്ളവരെ പങ്കെടുപ്പിക്കുക. ഗൗരവമുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കാര്യഗൗരവമായി സംസാരിക്കാൻ സാധിക്കുന്നവരെ കൊണ്ടുവരിക. തെറ്റായ സന്ദേശങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക, പ്രചരിപ്പിക്കാതിരിക്കുക. ഒരാളുടെ അറിവില്ലായ്മയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂലിപ്പിച്ച് വലുതാക്കി നിങ്ങളുടെ വാർത്തകൾ വൈറലാക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇനിയും ഡിപ്രഷനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഏതു സാഹചര്യത്തിൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടായി എന്നത് അയാൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. അമ്മായിയമ്മയുടെ പീഡനത്താൽ, ഭർത്താവിൻ്റെ പീഡനത്താൽ, നാത്തൂന്മാരുടെ പീഡനത്താൽ, കൂടപ്പിറപ്പുകളുടെ പീഡനത്താൽ, കൂട്ടുകാരുടെ പീഡനത്താൽ, കാമുകൻ്റെ പീഡനത്താൽ ഡിപ്രഷനിൽ എത്തിച്ചേർന്ന വ്യക്തികളുണ്ട്. ഈ പറഞ്ഞ കാരണങ്ങൾ കൂടാതെയും ഡിപ്രഷൻ ഉണ്ടായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ഡിപ്രഷനായി എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇരുന്നു പോകുന്ന വ്യക്തികളുമുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അത്തരം ഒരു വ്യക്തിക്ക് ഡാൻസ് കളിക്കാനും അല്ലെ പാട്ട് പാടാനും അല്ലെ പാട്ട് കേട്ടിരുന്ന് രസിക്കാനും ആ ഒരു എൻജോയ്മെൻ്റ് ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സമയമെടുക്കുന്ന കാര്യമാണ്. ഒരാളെ മാറ്റിയെടുക്കുക എന്നത് ഒരു സ്ലോ പ്രോസസ്സ് ആണ്. അതിന് സമയമെടുക്കും. അപ്പോൾ മെയിനായിട്ടും പറയാനുള്ളത്, ഇതുപോലെ കാര്യഗൗരവമായ കാര്യങ്ങൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ഒരു വിഷയമായി സെലക്ട് ചെയ്യുമ്പോൾ അതിന് മറുപടി പറയാൻ അല്ല അതിനെക്കുറിച്ച് ചോദിക്കാൻ, കാര്യഗൗരവമായി സംസാരിക്കാൻ പ്രാപ്തിയുള്ളവരെ പങ്കെടുപ്പിക്കുക. ഇപ്പോൾ കൃഷ്ണപ്രഭയെ ഞാൻ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുകയല്ല. അവരൊരു ആർട്ടിസ്റ്റാണ്. അവരോട് സംസാരിക്കുമ്പോൾ അല്ല അവർ ഒരു ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് പറ്റുന്ന ടോപ്പിക്ക് കൊടുക്കുക. അതിനെക്കുറിച്ച് ഒരു സംഭാഷണം ഉണ്ടാവട്ടെ, അതായിരിക്കും നല്ലത്. ഇതുപോലെ നിങ്ങളുടെ ചാനലുകൾക്ക് നിങ്ങളുടെ ചാനലുകളിലെ വാർത്തകളൊന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക.